എൻ്റെ പേര് സോണിയ. ഞാൻ അങ്കമാലിക്കടുത്തുള്ള കറുകുറ്റിയിൽ നിന്നും വരുന്നു. ഞാൻ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ അനുഭവം ഞാൻ OET പാസ്സായി എന്നുള്ളതാണ്. 6 തവണ OET എഴുതി. 5th തവണ എഴുതി കഴിഞ്ഞ് ഫെയിലായി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഈ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പാസ്സാവണം എന്നുള്ളത്. അങ്ങനെ December 18th ഞാൻ എക്സാം എഴുതി. January 21st എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ OET പാസ്സായതായിട്ട് കാണിച്ചു. കാരണം January 26th എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയം. അപ്പം 5 ദിവസം മുന്നേ തന്നെ മാതാവ് എനിക്കത് കാണിച്ചു തന്നു. അതുമാത്രമല്ല, ഞാൻ പാസ്സാവുന്നതായിട്ട് എനിക്കൊരു സ്വപ്നം പോലും കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം നടന്നു എൻ്റെ ജീവിതത്തിൽ. അത് എന്ന് പറഞ്ഞാലും ഒരു കൽഭരണിയാണ് കാണിക്കുന്നത്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി എടുത്തായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത സമയത്ത് ഈ സെയിം OETയുടെ കാര്യം പറഞ്ഞു. ബാക്കിയുള്ള നിയോഗം ഞാൻ പറഞ്ഞു. അതിനകത്ത് 5 നിയോഗവും നടന്നു. പക്ഷേ 6ാമത്തെ നിയോഗമായ OET നടന്നില്ല. പക്ഷേ ഞാനതിന് ദൈവത്തിനോട് ഒരു പരിഭവമൊന്നും ഉണ്ടായില്ല. ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് October 26th 2ാമത്തെ പ്രാവശ്യം ഞാൻ റിന്യൂ ചെയ്യുന്നത്. റിന്യൂ ചെയ്ത സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ പ്രാവശ്യം എന്തായാലും എന്നെ പാസ്സാക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം റിസൾട്ട് വരണേലും കുറച്ച് ദിവസം മുന്നേ മാതാവിനെയും കാണിച്ചു, ഒരു കൽഭരണിയും കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി 6ാമത്തെ കൽഭരണി അത് എൻ്റെ OET പാസ്സാവാനുള്ളതാണെന്നും. പിന്നെ അത് മാത്രമല്ല, ഈ പാസ്സാവുന്നതിൽ കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടും നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ഒരു മനസ്സിനൊട്ടൊരു സുഖമില്ലായിരുന്നു. ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ OET പാസ്സായെന്ന്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയില്ല, എൻ്റെ ഭർത്താവാണ് നോക്കിയത്. അദ്ദേഹമാണ് എനിക്ക് അയച്ചു തന്നത്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവുമെന്ന്. അതുപോലെ തന്നെ ഞാൻ പാസ്സായി. പിന്നെ രണ്ടാമത്തത്, എനിക്ക് കാലുമുട്ട് വേദന. 1 വർഷമായിട്ട് കാലുമുട്ട് വേദന ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആർത്രൈറ്റിസിൻ്റെ ആരംഭമാണ്, മെഡിസിൻ കഴിക്കണം. അങ്ങനെ 2 മാസം കണ്ടിന്യൂസ് മെഡിസിൻ കഴിച്ചു. കഴിച്ച് കഴിയുമ്പം നമുക്ക് കുറയും. പക്ഷേ ഒരു 2-3 ദിവസം നമ്മൾ കഴിക്കാതിരുന്നാൽ പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേദനയാണ്. കുറച്ച് നേരത്തേക്ക് നടക്കുവാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനോ മുട്ട് കുത്താനോ ഇരിക്കാനോ ഒന്നും വയ്യാത്ത അവസ്ഥ. അത്രയ്ക്ക് പാടായിരുന്നു. നല്ല വേദനയായിരുന്നു, മുട്ട് കുത്താൻ വയ്യ, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായിട്ട് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി 2 ദിവസം അടുപ്പിച്ച് രാത്രി കിടക്കാൻ നേരത്ത് നന്നായിട്ട് കാലയിൽ തൈലം പുരട്ടി. ആദ്യത്തെ ദിവസം പുരട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് കാല് കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പം. തൈലം പുരട്ടി ആദ്യത്തെ ദിവസം എനിക്ക് കുറേശ്ശെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പം വലിയ കുഴപ്പമില്ല. 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് പള്ളിയിൽ മുട്ട് കുത്താം, എഴുന്നേറ്റ് നിൽക്കാം, ചമ്രം പടിഞ്ഞിരിക്കാം, എല്ലാം മാറി. ഇപ്പം 10 മാസമായി ഞാൻ മെഡിസിൻ കഴിക്കുന്നില്ല. പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.